നമസ്കാരം. നമ്മൾക്ക് മറ്റൊരു വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ പ്രാധാന്യവും മനുഷ്യൻ്റെ ശബ്ദവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. നമ്മുടെ ശബ്ദ സൗന്ദര്യത്തിന് കാരണക്കാരനായിരിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ ബലവാനാണോ എന്ന് നോക്കേണ്ടതുണ്ട്. വാക്കിൻ്റെ സ്ഥാനമായിട്ട് നമ്മൾ രണ്ടാം ഭാവത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇപ്പോൾ രണ്ടിനെയും സൂക്ഷ്മമായി നമ്മൾ രണ്ടിനെയും കൂടെ നോക്കണം. രണ്ടാം ഭാവത്തിൻ്റെ രണ്ടാം ഭാവം നാലാം ഭാവമാണ്. അപ്പോൾ നാലാം ഭാവം സുഖരാശിയാണ്. രണ്ടാം ഭാവം ശബ്ദത്തിനെക്കുറിച്ച് വാണീ ചക്ഷുച്ഛ ദക്ഷിണം ഭർത്തവ്യം അഖിലം വിത്തം എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകമുണ്ടല്ലോ. അതെല്ലാം നമ്മൾ ചിന്തിക്കണം. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആണെങ്കിൽ, ചൊവ്വ ബലവാനാണെങ്കിൽ നമുക്ക് ശബ്ദ സൗന്ദര്യം നൽകും. രണ്ടാം ഭാവത്തിനെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാം ഭാവം എങ്ങനെയാണ് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതൊരു ഗ്രഹത്തിൻ്റെ രാശിയാണ് രണ്ടാം ഭാവം ചിന്തിക്കണം. ഇപ്പോൾ മീനം ലഗ്നത്തിന് 2-ൽ ചൊവ്വ, തുലാം ലഗ്നത്തിന് 2-ൽ ചൊവ്വ എന്നിവ രാശ്യാധിപന്മാരാണ് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ തുലാം ലഗ്നത്തിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിന്നാൽ, മീനം ലഗ്നത്തിൽ 2-ൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി മേടം രാശിയിൽ നിന്നാൽ ഇവയൊക്കെ ശബ്ദ സൗന്ദര്യം നൽകുന്നതാണ്. എന്നാൽ മീനം ലഗ്നവുമല്ല തുലാം ലഗ്നവുമല്ല എന്ന് വയ്ക്കുക. മറ്റ് രാശികളൊക്കെ തന്നെ ലഗ്നമായി വരാമല്ലോ, അവർക്ക് ശബ്ദ സൗന്ദര്യം ഉണ്ടാകാൻ ഇടയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമായിരിക്കും. ചൊവ്വ ഏതെങ്കിലും തരത്തിൽ രണ്ടാം ഭാവത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇടവം ലഗ്നത്തിൽ ജനിച്ചു എന്ന് വയ്ക്കുക. മിഥുനം രാശി രണ്ടാം ഭാവമാണ്. രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ്റെ രാശിയിൽ ചൊവ്വ നിൽപ്പുണ്ടെങ്കിൽ ആ ചൊവ്വയെ ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ? ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു, ചൊവ്വയുടെ ഒരു ബന്ധവുമില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ശബ്ദം? രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ്റെ സാന്നിധ്യമാണ് കൂടുതലുള്ളത്. അപ്പോൾ ബുധനെയും ശനിയെയും നമ്മൾ നപുംസക ഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ബുധൻ സ്ത്രീ നപുംസകവും ശനി പുരുഷ നപുംസകവുമാണ്. പുരുഷഭാവത്തിലുള്ള നപുംസകമാണ് ശനിയെങ്കിൽ സ്ത്രീഭാവത്തിലുള്ള നപുംസകമാണ് ബുധൻ. രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അവിടെ ചൊവ്വയുടെ യാതൊരു വിധത്തിലുള്ള ദൃഷ്ടിയോ യോഗമോ ഒന്നും വരുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഗ്രഹം ചൊവ്വയുടെ രാശിയിൽ നിന്നുകൊണ്ട് നോക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെ വരുന്നില്ല എങ്കിൽ ശബ്ദം ചിലമ്പിച്ചതോ മധുരതരമല്ലാത്തതോ, സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ശബ്ദമായി തോന്നാത്ത തരത്തിലുള്ള ശബ്ദമോ, പുരുഷനാണെങ്കിൽ പുരുഷ ശബ്ദമായി തോന്നാത്ത തരത്തിലുള്ള ശബ്ദമോ ഒക്കെയായി മാറാനിടയുണ്ട്. അത് ബുധൻ്റെ രാശിയാണ് രണ്ടാം ഭാവമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ വരും. നമ്മൾ തല തിരിച്ചിരുന്നിട്ട് ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇത് പുരുഷനാണോ സ്ത്രീയാണോ ആർക്കറിയാം എന്നൊരു തോന്നലിലേക്ക് പോകാനിടയുണ്ട്. അപ്പോൾ ശബ്ദ സൗന്ദര്യത്തിന് ചൊവ്വയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിയോ യോഗമോ, ചൊവ്വ നിൽക്കുന്ന രാശിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഒന്നും തന്നെ ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ ശബ്ദ സൗന്ദര്യമില്ലായ്മയെക്കുറിച്ചാണ് പറയേണ്ടത്. വളരെ പ്രാകൃതമായ ശബ്ദവും അതുപോലെ തന്നെ ഈ നപുംസക ഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നപുംസക ഗ്രഹങ്ങളുടെ രാശിയാണ് രണ്ടാം ഭാവമായിട്ട് വന്നതും അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും ആ രാശിയിലേക്ക് മുൻ പറഞ്ഞതുപോലെ കിട്ടുന്നില്ല എങ്കിൽ പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും കൂടെ കയറി വരും. ഒരു വരി തന്നെ പറഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങൾ സ്ത്രീ ശബ്ദത്തിലും രണ്ടാമത്തെ 2 പദങ്ങൾ പുരുഷ ശബ്ദത്തിലുമായി മാറാം. ചിലപ്പോഴും ഒരുതരം ചിലമ്പിച്ച ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു ഗഹ്വരത്തിലിരുന്നു കൊണ്ട് കിളി ചിലയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമാകാം. ഇതെല്ലാം ഇത്തരത്തിൽ വരുന്നവർക്കായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ ഇതിനെ മാറ്റിമറിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്തെ പരിഹാര വിഷയം. ശബ്ദ സൗന്ദര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ചിലപ്പോൾ ഉന്നതമായ ഏതെങ്കിലും തസ്തികയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് വ്യക്തമായി പലത് കാര്യങ്ങളും അവരുടെ ജൂനിയേഴ്സിനോട്, സഹപ്രവർത്തകരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടാവാം. പലതും ആജ്ഞാപിക്കേണ്ടതായി വരാം. പല കാര്യങ്ങൾക്കും ശക്തമായ തീരുമാനം എടുക്കുമ്പോൾ അത് പ്രസ്താവിക്കേണ്ടതായി വരാം. അവിടെയൊക്കെ ശബ്ദം ഒരു പ്രധാന ഘടകമാണ്. ശബ്ദം മനോഹരമായാലും മറ്റൊരു വിഷയമുണ്ട്. അതിനോടൊപ്പം തന്നെ പദസ്വാധീനമില്ലെങ്കിലും ഒരു കാര്യം യാതൊരു കാര്യവും വേണ്ടുമെന്ന് അവതരിപ്പിക്കാൻ ഒക്കാതെയും വരാം. അപ്പോൾ പദസ്വാധീനത്തിന് നമുക്ക് ബുധനെക്കുറിച്ച് പറയേണ്ടതുണ്ട്.
ബുധൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് പദസ്വാധീനത്തിന്. ഏതൊരു കാര്യം ഉദ്ദേശിച്ചാലും ആ കാര്യം ഏതെല്ലാം തരത്തിലാണ് വ്യഞ്ജിപ്പിക്കേണ്ടത് എന്നുള്ളതിന് നമ്മൾക്ക് ശേഷി തരുന്നത് ബുധനാണ്. ഇപ്പം ശബ്ദ സൗന്ദര്യവും വാചക കസർത്തിനുള്ള പദധാരാളിത്വവും അത് അനുയോജ്യമായി കോർത്തിണക്കാനുള്ള ശേഷിയും ബുധനും നൽകിക്കൊണ്ട് നിൽക്കണം. ബുധൻ അങ്ങനെ നൽകണമെങ്കിൽ ബുധൻ ഒരുപക്ഷെ അനിഷ്ടരാശിയിലാവാൻ നിൽക്കുന്നത്, എന്നാൽ ബുധൻ്റെ പ്രാധാന്യം നമുക്ക് കിട്ടും. അവിടെ ആദിത്യൻ നിപുണയോഗം ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ ആ ഗുണം കിട്ടും. ഇപ്പോൾ 2ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ ബുധൻ്റെ ദൃഷ്ടിയോ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ പദസ്വാധീനവും ലഭിക്കും. ഇപ്പോൾ 2ാം ഭാവത്തിലും 4ാം ഭാവത്തിലും ചൊവ്വ നിൽക്കുകയോ ഉച്ചക്ഷേത്ര, സ്വക്ഷേത്ര, മൂലക്ഷേത്ര ബലവാനായി നിൽക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുകയോ യോഗം ചെയ്യുകയോ ആ ഗ്രഹങ്ങളുടെ ചൊവ്വയുടെയും ബുധൻ്റെയും രാശിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ ഗുണം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചൊവ്വയുടെയും ബുധൻ്റെയും ഗുണം ലഭിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനോഹരമായി പറയാനും അതിമനോഹരമായി ധാരാളം പദങ്ങൾ കൊണ്ട് ആശയം വ്യഞ്ജിപ്പിക്കാനും കാവ്യാത്മകമായി സംസാരിക്കാനും പ്രണയാതുരമായി സംസാരിക്കാനും കാൽപ്പനികമായി സംസാരിക്കാനും ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ശബ്ദത്തിൽ മൂർച്ഛനങ്ങൾ കൊടുക്കാനും എന്നുവെച്ചാൽ ഭാവസാന്ദ്രത കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. അത് ശനിയുടെ രാശികളിലാണെങ്കിൽ പുരുഷ നപുംസക ഗ്രഹമാകുന്ന ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ദാർശനിക ഭാവത്തിൽ കൂടുതൽ സംസാരിക്കാനും എന്നാൽ ശബ്ദത്തിൽ വളരെയേറെ ലയത്തോടുകൂടി സംസാരിക്കാനും സാധിക്കും. ബുധൻ്റെ രാശികളാണ് അങ്ങനെ വരുന്നത്, 2ാം ഭാവമായിട്ട് വരുന്നതെങ്കിൽ സ്ത്രൈണഭാവത്തിന് കുറേയേറെ പ്രാധാന്യം വരും. അതുകൊണ്ടാണ് ചില ആചാര്യന്മാർക്ക് സ്ത്രൈണഭാവം വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും അഭിനവ ഗുരുക്കന്മാരെ പലരെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ സ്ത്രൈണഭാവമുണ്ട്. അവർ നടക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അങ്ങനെയായിരിക്കും. ചിലർ പറയുമ്പോൾ വളരെയേറെ പൗരുഷഭാവമായിരിക്കും. എന്നാൽ ഈ 2 കൂട്ടർക്കും ഈ സ്ത്രൈണഭാവത്തിൽ ശബ്ദവും ആശയങ്ങളും ഒക്കെ ശബ്ദവും ഭാവപ്രകടനവും ഒക്കെ വ്യഞ്ജിപ്പിക്കുന്നത് സ്ത്രൈണഭാവത്തിലുള്ളവർക്കും പൗരുഷഭാവത്തിലുള്ളവർക്കും ഒരു സ്വതസിദ്ധമായ ലയം വരുന്നതുമാണ്. അതുകൊണ്ട് ചൊവ്വയുടെയും ബുധൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കണം. എന്നാൽ ശബ്ദത്തിൽ സംഗീത താളം അല്ലെങ്കിൽ ഓരോ മൂർച്ഛനങ്ങൾ അല്ലെങ്കിൽ ഓരോ മൂളലുകൾ പ്രത്യേകിച്ച് സംസ്കൃതത്തിലും മലയാളത്തിനും ഇന്ത്യൻ ഭാഷകൾക്കെല്ലാം പൊതുവേ ഉണ്ട്, തമിഴിലുമൊക്കെ അതിഭാവുകത്വം കൂടുതലുണ്ട്. സംസ്കൃതത്തിൽ പ്രത്യേകിച്ച് മലയാളത്തിലും ഇപ്പോൾ ജീവസുറ്റ ഭാഷയിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷകളിൽ ഇന്ത്യൻ ഭാഷകളിൽ തമിഴിനാണ് ഏറ്റവും കൂടുതൽ, മലയാളത്തിനും അതുപോലെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ മലയാളത്തിനൊക്കെ ആശയ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ശബ്ദതാളം മാറ്റുക, പ്രാസം ഒപ്പിച്ച് സംസാരിക്കുക, ഈണത്തിൽ സംസാരിക്കുക, ഓരോ വികാരവും ഓരോ പദത്തിലും ഓരോ അക്ഷരത്തിലും കൊണ്ടുവരിക, ഇത് എല്ലാം ചെയ്യുന്നതിന് അവിടെ ശുക്രൻ്റെയും ഒരു പരിധിവരെ വ്യാഴത്തിൻ്റെയും സംബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം മനോഹരമായി വരികയും ആശയാധിഷ്ഠിതമായി സംസാരിക്കുകയും ദാർശനിക ഭാവം കൈക്കൊള്ളുകയും എല്ലാ മൂർച്ഛനങ്ങളും കൃത്യമായി തൊണ്ടയിലെത്തുകയും പിന്നെ ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ ശ്രുതി തെറ്റാതെ വരികയും എല്ലാം ചെയ്യുന്നതിന് മറ്റ് വ്യാഴത്തിൻ്റെയും സാന്നിധ്യം. അപ്പോൾ ശനി ബുധൻ, ചൊവ്വ മുഖ്യം, ബുധൻ പിന്നെ ശനി പിന്നെ വ്യാഴം അതിനോടൊപ്പം തന്നെ ശുക്രൻ എന്നിവരുടെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായി സംസാരിക്കാനൊക്കെ. ഇവിടെ ചൊവ്വയുടെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക, ചുവന്ന നിറത്തിലുള്ള കുറി തൊടുക, ചുവന്ന കല്ലുകൾ, ചെമ്പവിഴം പോലുള്ള കല്ലുകൾ ധരിക്കുക, ഇവയെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് മുറി ഡെക്കറേറ്റ് ചെയ്യുന്നതും ചുവന്ന നിറത്തിലുള്ള പല വസ്തുക്കളും പൂക്കളുമൊക്കെ കൊണ്ടായിരിക്കുന്നതും ഒക്കെ ഉത്തമമായിരിക്കുന്നതാണ്.